നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ അനാമയ ഹോസ്പിറ്റലിന് മുന്നിലാണുള്ളത്. ഈ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ട് കുറച്ച് വർഷമായി. എന്നാൽ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിൽ ബേബി മെമ്മോറിയൽ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യും എന്ന് ആദ്യമായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് പച്ചവെളിച്ചം അങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതിന് കാരണമുണ്ട്. നിരന്തരമായിട്ട് പയ്യന്നൂരിലെ ഹോസ്പിറ്റലുകളെ കുറിച്ച്, ഡോക്ടർമാരെ കുറിച്ച്, ആരോഗ്യ മേഖലയെക്കുറിച്ച് നിരന്തരമായിട്ട് സംസാരിച്ച ഒരു മാധ്യമമാണ്. അത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അങ്ങനെയുള്ള സംസാരങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞിരുന്നത്. ഓരോ വിഷയം വരുന്ന സമയത്ത് അതിൽ ഇടപെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. നമ്മൾക്കറിയാം, പയ്യന്നൂരിൽ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്. എന്നാൽ നമുക്ക് ചികിത്സ, മാന്യമായ രീതിയിലുള്ള ചികിത്സ, വിദഗ്ധ ചികിത്സ ഇവിടെ ലഭ്യമല്ല. ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഞായറാഴ്ചകളിലും രാത്രികളിലും എന്തെങ്കിലും ഒരു അത്യാവശ്യ രോഗം വന്നാൽ, പ്രത്യേകിച്ച് ഗുരുതരമായ രോഗം വന്നാൽ ചികിത്സിക്കാൻ പയ്യന്നൂരിൽ ഡോക്ടർമാരില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പയ്യന്നൂരിലെ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ തട്ടിയിട്ട് നടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിലും ഞായറാഴ്ചകളിലും രാത്രികളിലും ഇവരുടെ സേവനങ്ങൾ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചിട്ട് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഒരു നെഞ്ചുവേദന വന്നാൽ പയ്യന്നൂരിലെ ആളുകൾക്ക് മരിക്കുക എന്നല്ലാതെ വേറെ ഒരു സാഹചര്യവും നിലവിലില്ല. ഒരു ആംബുലൻസ് കിട്ടും ബോഡി വീട്ടിൽ കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ നമുക്ക് ബോഡി ഇവിടെ സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ സംവിധാനമുണ്ട് എന്നല്ലാതെ വേറെ ഒരു സംവിധാനവും ഇവിടെയില്ല. ചൊറിക്ക്, പനിക്ക്, പ്രസവത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഡോക്ടർമാരുണ്ട്. അതിന് അവരുടെ രീതിയിലുള്ള കാശും അവരൊക്കെ ഈടാക്കുന്നുണ്ട്. അതിലൊരു കുറവും അവർ വരുത്താറില്ല എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കുന്നില്ല. ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള, അതുപോലെ തന്നെ ആ മേഖലയോട് വളരെയധികം ബഹുമാനമുള്ള, സ്നേഹമുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ഇവിടെ മരണം സംഭവിച്ചാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ അനാമയിലല്ല, പയ്യന്നൂരിൽ എന്തെങ്കിലും തരത്തില് അനാസ്ഥയോ അതിലൂടെ മരണമോ സംഭവിച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ശക്തമായ പ്രതികരണങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. പയ്യന്നൂരിലെ ഡോക്ടർമാരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാത്ത, ജനങ്ങളോട് പൈസ ചോദിച്ചിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ചെരുപ്പുമാലയിട്ട് ടൗണിലൂടെ നടത്തിയ ഒരു പാരമ്പര്യമുണ്ട് പയ്യന്നൂരിന്. അങ്ങനെയുള്ള സമരരീതി ശരി എന്ന അഭിപ്രായമല്ല, അങ്ങനെയുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഇവിടെ മരണങ്ങൾ ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ചിട്ട് ശക്തമായ ജനകീയ രോഷങ്ങളും അതുപോലെ തന്നെ ജനകീയ സമരങ്ങളും ഉയർന്ന ഒരു പ്രദേശമാണ് ഇന്ന് നമ്മുടെ പയ്യന്നൂര്. എന്നാൽ ഇന്ന് ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു സമൂഹവും ആണ് പയ്യന്നൂര് എന്നത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ആർക്കും ആരുടെ വിഷയത്തിലും താല്പര്യമില്ല. യുവജന പ്രസ്ഥാനമുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, സന്നദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ പ്രസ്ഥാനങ്ങളെ കൊണ്ട് തടഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരം സാഹചര്യങ്ങളിലാണ് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പയ്യന്നൂരിലെ ആരോഗ്യ രംഗത്ത് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ പച്ചവെളിച്ചം പറഞ്ഞിരുന്നത്. ഞാൻ നീട്ടുന്നില്ല. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ബേബി മെമ്മോറിയൽ ഇവിടെ വരുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പച്ചവെളിച്ചം നിലപാടെടുക്കാൻ കാരണം, ഞായറാഴ്ചകളിലും രാത്രികളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കും. അതിന് കുറച്ച് പൈസ കൂടിയാലും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഒരു നിലപാടെടുത്തിരുന്നത്. എന്നാൽ അനാമയ ബേബി മെമ്മോറിയൽ എടുത്ത ഉടനെ തന്നെ ഇവിടെ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇവിടെ ചികിത്സക്ക് എത്തിയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ 5000 രൂപ കൗണ്ടറിൽ അടക്കണം. അഡ്മിഷന് മുമ്പ് 5000 രൂപ കൗണ്ടറിൽ അടച്ചാൽ മാത്രമേ ഇവിടെ അഡ്മിഷൻ കൊടുക്കൂ എന്ന നിലപാട് ഇവരെടുത്തു. ഇത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. നമ്മുടെ ആളുകളൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അവര് പൈസ, എല്ലാവരും ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ പോകുന്നവരൊന്നുമല്ല നമ്മുടെ നാട്ടുകാര് എന്ന ബോധ്യം ബേബി മെമ്മോറിയലുകാർക്ക് വേണം. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ തയ്യാറാവണം. അവരത് മാറ്റിയേ പറ്റൂ. ഈ വിഷയം പ്രേക്ഷകര് പച്ചവെളിച്ചത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്
ഇവിടെ ബന്ധപ്പെട്ടവരെ ആളുകളെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് അത് ശരി, അത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർ നിർബന്ധിക്കുന്നില്ല. നമ്മളങ്ങനത്തെ ഒരു പോളിസി ഉണ്ട്. പിന്നെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ 5000 രൂപ കൗണ്ടറിൽ അടക്കണം. ഇത് തെറ്റായ സമീപനമാണ്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധിച്ചാലും നിർബന്ധിച്ചില്ലെങ്കിലും ആ സമീപനം ശരിയല്ല എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഇത് തെറ്റായ സമീപനമാണ്. നിങ്ങൾ ഇത്തരം നിലപാടുകളാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കുള്ള പിന്തുണ തരാൻ നിർവാഹമില്ല. നിങ്ങളെ ചോദ്യം ചെയ്യും, നിങ്ങളെ എതിർക്കും എന്ന കാര്യം കട്ടായം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇവിടെ വന്ന് പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇങ്ങനെയുള്ള ഒരു വീഡിയോയുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിന് ഒരു തരത്തിലും രോഗികള് പിന്നെ ഈ അഡ്വാൻസ് പൈസ അഡ്മിഷന് മുമ്പ് കൗണ്ടറിൽ 5000 കൊടുക്കേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു തരത്തിലും അത്തരം കാശുകൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവേണ്ടതില്ല. ഇത് അങ്ങേയറ്റം തോന്നിയവാസമാണ്. ഇത് അംഗീകരിക്കില്ല. ഇത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിനെതിരെ പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവണം. അവര് നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, പച്ചവെളിച്ചത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പണം കൊടുക്കേണ്ടതില്ല. പണം അഡ്മിഷൻ അതിനുശേഷം നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ പണമടക്കുക. അതിനിടക്ക് നിങ്ങൾ പണം എടുക്കുന്നത് അത് നിങ്ങളുടെ സൗകര്യമാണ്. അങ്ങനെ അഡ്മിഷന് മുമ്പ് പണമടക്കണം എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.